കൊല്ലം അഞ്ചൽ കരുകോണിൽ 15-കാരിയെ പീഡിപ്പിച്ച 51-കാരൻ അറസ്റ്റിൽ. കരുകോൺ തോട്ടുങ്കര സ്വദേശി നാസറിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. പീഡനം തുടർന്നതോടെ പെൺകുട്ടി ബന്ധുക്കളോട് വിവരം പറയുകയായിരുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, ഇതെങ്ങനെയാണ് ഈ വിവരം പുറത്തു വന്നത്? ഇയാളെ എവിടെ നിന്ന് പിടികൂടി? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ദിവിഷ് മകളെ പോലെ കാണേണ്ട ഒരു കുട്ടിയോടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ഇയാൾ കാട്ടിയത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇയാൾ. ബൈക്കി നാസർ എന്നാണ് ഇയാളെ വിളിക്കുന്നത്. ഇയാൾക്കൊരു തുണിക്കടയുണ്ട്. പെൺകുട്ടി ആ തുണിക്കടയിൽ എത്തിയ സമയത്ത് കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബലപ്രയോഗത്തിലൂടെ കുട്ടിയെ പീഡിപ്പിച്ചു. പീഡനവിവരം പുറത്തു പറഞ്ഞാൽ കുടുംബത്തെ ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി. ഭയന്ന് പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ ബലപ്രയോഗിച്ച് വീണ്ടും കടയ്ക്കുള്ളിൽ എത്തിച്ചു. അവിടെ വെച്ച് ക്രൂരപീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. മാനസികമായി തകർന്ന പെൺകുട്ടി പീഡനവിവരം രക്ഷിതാക്കളെയും ബന്ധുക്കളെയും അറിയിച്ചു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. ഇതോടെ ഈ നാസർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇയാളെ കണ്ടെത്താൻ വേണ്ടി അഞ്ചൽ SHO ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. അഞ്ചൽ സ്റ്റേഷനിൽ മാത്രം 10 കേസുകളുണ്ട്. കടയ്ക്കൽ, ഏരൂർ, ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കുന്ന സമയത്താണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് പോലും ഇയാളുടെ മുഖത്ത് യാതൊരു കൂസലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഏതോ ഒരു വീരകൃത്യം ചെയ്ത പരിവേഷത്തോടു കൂടിയാണ് അയാൾ പോലീസ് ജീപ്പിലിരിക്കുന്നത്. ഇതിനെ ഇയാൾ കൊടും ക്രിമിനലാണ്. അയാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ശരി കണ്ണൻ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ കൂളായി, വളരെ ലാഘവത്തോടെയാണ് അയാൾ പോലീസ് ജീപ്പിൽ കയറി പോകുന്നത്. 15-കാരിയോടാണ് ഈ അതിക്രമം കാണിച്ചത്. 51-കാരൻ. വേറെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അങ്ങനെ ഒരാളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി കൂടി ഉണ്ടായിരിക്കും. എന്തായാലും പോലീസിന്റെ കൈകളിലേക്ക് വേഗത്തിൽ തന്നെ അയാൾ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.